മണിച്ചേട്ടൻ പെട്ടെന്ന് കരയും. ഒരാള് തമാശക്ക് പറഞ്ഞതാ, മീര ജാസ്മിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേദിയിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് കലാഭവമണിയാണെന്ന്. ശരിയാ. മീര ജാസ്മിന്റെ കുടുംബത്തെ പറ്റി മീര ജാസ്മിനും ഈ അടുത്ത കാലത്തൊക്കെ ചില ചാനലുകളിൽ ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ ഒരുവിധപ്പെട്ട നടികളൊക്കെ കരഞ്ഞ് ആളുകളോട് പറയുന്നതൊക്കെ. പക്ഷെ ഞാൻ കരഞ്ഞ് പറയാറുണ്ട്. ഞാൻ എൻ്റെ ഒരു പടം കാണണം എന്ന് പറയും കഴിഞ്ഞാൽ ഇത് മറ്റേ 1000-ലൊരുവൻ എന്ന് പറഞ്ഞ പടം കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പൊ സുരേഷ് ഏട്ടൻ ഏതൊരു ചാനലിൽ കരഞ്ഞിട്ട് അത് വലിയ വിഷയമാക്കി മാറ്റി. എല്ലാവർക്കും കരയണമെന്ന് താല്പര്യമുണ്ട്, ചിലരൊക്കെ കരയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് തുറന്നു വന്നിട്ട് ഇരുന്ന് കരയുന്നു മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ വിഷമമുള്ള ആൾക്കാർക്ക് മനസ്സിൽ വെച്ചാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയണ്ട എൻ്റെ കൂടെ, ഞാൻ കരഞ്ഞോളാം. അത് വിചാരിച്ച് കാരണമല്ല, അതൊരു എന്താ പറയാ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തുറന്നു പറയുമ്പോൾ, എൻ്റെ നാടൻ പാട്ടുകൾ തന്നെ ഞാൻ പാടിയിട്ട് വീട്ടിൽ കൊണ്ട് കേൾപ്പിക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ മൊത്തം വളരെ കാരണം അത് അവർക്കറിയാം, സത്യസന്ധമായിട്ടുള്ള കാര്യം അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ആ പാട്ട് കേൾക്കുമ്പോൾ കരയും. ഈ ഉമ്പായി കുച്ചാണെന്നുള്ള പാട്ടൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലിട്ടിട്ട് എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശ്മശാന മൂകതയായിരുന്നു. കാരണം എല്ലാവരും ഭയങ്കര നിരാശയും. കാരണം അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ സ്വർണ്ണക്കണ്ടി മറ്റേ കരണ്ടി വെച്ച് ജനിച്ച ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇനിയും കരയാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ കരയും ചെയ്യും. ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്നിടത്തോളം കാലം ചിരിപ്പിക്കുകയും ചെയ്യും. ഉള്ള ബുദ്ധി വെച്ചിട്ട് ചിന്തിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ചിന്തിപ്പിക്കുകയും ചെയ്യും. അത് എനിക്ക് ഇതിനകത്ത് ത്രാണിയുള്ള കാലം വരെ അത് ഞാൻ ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മണിച്ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യം പെട്ടെന്ന് ദേഷ്യപ്പെടും. മണിച്ചേട്ടൻ എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടോ? ഞാനാ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ ഞാൻ പെട്ടെന്ന് അങ്ങനെ പേടി തോന്നണമെന്ന് പറഞ്ഞ കാരണം, ഇപ്പൊ ഈ അടുത്ത് ഓറഞ്ച് എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ യൂണിറ്റിൽ ഒരു പയ്യനെ ഷോക്ക് അടിച്ചു. ഈ പയ്യൻ തെറിച്ചു പോയി. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, കറണ്ട് പോയില്ല, എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പൊ ഈ പയ്യനെ ഷോക്ക് അടിച്ചിട്ടാണ് വീണത്. അപ്പൊ നല്ല ശരീരമുള്ളൊരു പയ്യൻ. ആ പയ്യനെ ഞാനും അടക്കം യൂണിറ്റിലെ എല്ലാ ആളുകളും കൂടി എടുത്തുകൊണ്ടുമാണ്. അത് അന്നൊരു കാന കീറിയിട്ടുകൊണ്ട് എത്രയോ ഒരു എന്താ പറയാ 350 മീറ്റർ അകലെയാണ് വഴി കിടക്കുന്നത്. ഇയാൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവന്റെ ഒരു വെപ്രാളം കാണണം. അപ്പൊ ഞാൻ പറഞ്ഞ മോനെ ഞാനടാ മണിച്ചേട്ടനാടാന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഒരു കയ്യിലൊരു മുറുക്കല് നമ്മുടെ കൈ കിട്ടിയിട്ട് മോനെ മണിച്ചേട്ടനാ എവിടെയോ ഒക്കെ കണ്ണ് നിറഞ്ഞിട്ട് എന്തോ അവർക്ക് ഒരു പക്ഷെ നമ്മളും കൂടി പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന എന്തോ ഒരു സപ്പോർട്ടിങ്ങിന് ഒരു പ്രൊട്ടക്ഷൻ ഒരാൾ വരിക എന്നൊക്കെ പറയില്ലേ. ആ പയ്യന്റെ വെപ്രാളം കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ടായി. ഇപ്പൊ കുറെ ആൾക്കാർ കയറി അവനെ നെഞ്ചത്ത് ഞെക്ക. അപ്പൊ അവൻ കരയണം, അയ്യോ എനിക്ക് ശ്വാസം കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ ഒരു വേദന കിടക്കില്ല രഞ്ജിത്തെ. അതൊക്കെ എനിക്ക് വളരെ പേടി തട്ടുന്ന സംഭവങ്ങളാണ്. പിന്നെ ഞാൻ ഒരുപാട് എപ്പിസോഡുകളിൽ പറയാറുള്ളതാണ്, ഈ ആംബുലൻസ് നമ്മൾ പോണ വണ്ടിക്ക് ഓപ്പോസിറ്റ് ആംബുലൻസ് പോകുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അയ്യോ പോണ ആൾക്ക് ജീവനുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നും വരത്തല്ലേ, അസുഖം പെട്ടെന്ന് മാറണേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് പേടിക്കാറുണ്ട്. എന്നെ പറ്റി ഞാൻ ഒന്നിനും പേടിക്കാറില്ല. ഇല്ല, എനിക്ക് പേടിയുടെ ആവശ്യമില്ല, ഞാൻ പേടിക്കില്ല. അത് അങ്ങനെയത്